എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. നമ്മൾ പറയാറില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൊള്ളിക്കുന്നുവെന്ന്. അതാണിപ്പോൾ കേരളത്തിലെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതിന്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അരിക്കൊക്കെ വില കൂടുന്നതിന്റെ പുറകിലുള്ള ഒരു കാരണം ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? അതായത് ഇപ്പോൾ ഈ എഥനോൾ കലർന്ന E20 പെട്രോൾ ഉണ്ടല്ലോ, അതാണല്ലോ രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നത്. ഈ എഥനോൾ നിർമ്മാണത്തിന് വേണ്ടി അരിയടക്കമുള്ള ധാന്യങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യാപകമായി എഥനോൾ നിർമ്മാണത്തിന് വേണ്ടി അരി ഉപയോഗിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ FCI ഉണ്ടല്ലോ, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌൺ, ആ ഗോഡൌണുകളിൽ നിന്ന് കഴിഞ്ഞ ഒരൊറ്റ വർഷം മാത്രം 52.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് എഥനോൾ നിർമ്മാണത്തിന് വേണ്ടി നൽകിയത്. അതായത് നമ്മുടെ പൊതുവിപണിയിലേക്ക് വിലക്കയറ്റമടക്കം നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ട അരി എഥനോൾ നിർമ്മാണത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അരിക്ക് വില കയറില്ലേ? പഞ്ചസാരയുടെ കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. കരിമ്പ് പൂർണ്ണമായും എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് കൊണ്ട് പഞ്ചസാര ഉൽപ്പാദനം ഏകദേശം നിലയ്ക്കുന്ന മട്ടാണ്. അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെയും ശർക്കരയുടെയും ഒക്കെ വില അതിങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ അരിയുടെ പ്രശ്നം കൂടി വന്നിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സനോജ്, E20 പെട്രോൾ നമ്മുടെ വാഹനങ്ങൾക്ക് വല്ലാത്ത തോതിൽ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേടുപാടുകൾ വരുത്തുന്നുണ്ട് എന്ന ആക്ഷേപം പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴാണ് ഈ എഥനോൾ നിർമ്മാണത്തിന് അരി ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാരണം അത് അരിയുടെ വിലക്കയറ്റത്തിനും ഇടയാക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എത്തുന്നത്. തീർച്ചയായിട്ടും ഓണമിങ്ങ് അടുത്തെത്തുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്ക് ആവശ്യക്കാർ ഏറും. അപ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റമുണ്ടാവും. ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് പൊതുവിപണിയിൽ ഇടപെടുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നതിലപ്പുറം വിലക്കയറ്റം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാരയ്ക്ക് 1 കിലോ പഞ്ചസാരയ്ക്ക് 60 രൂപ വിലയായി. അരിക്ക് 55-നും 60-നും ഇടയിലേക്കെത്തി. 50 മുതൽ 60 രൂപ വരെയാണ് ഓരോ വിഭവം അരിക്കും ഉള്ള വില. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നിൽ എഥനോളുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വലിയൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ആ മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും ഭക്ഷ്യസാധനങ്ങൾ വ്യാപകമായി എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമ്മൾ അരിയുടെ കാര്യമെടുക്കാം. അരി 52.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് FCI ഗോഡൌണിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം സർക്കാർ എഥനോൾ ഉൽപ്പാദനത്തിനായി കൊടുത്തത്. അതായത് രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം എന്ന നിലയിൽ സംഭരിച്ചു വെക്കുന്നതാണ് ഈ അരി. വിലക്കയറ്റമുണ്ടാകുമ്പോഴും ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോഴും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ് കരുതൽ ശേഖരം എന്ന നിലയിൽ നമ്മൾ അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടി കരുതി വെക്കുന്ന ഭക്ഷ്യസാധനം. അത് FCI ഗോഡൌണിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അത് വിലക്കയറ്റമുണ്ടാകുമ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഉപയോഗപ്പെടുത്താനും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ കരുതൽ ശേഖരം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ എഥനോൾ ഉൽപ്പാദനത്തിന് വ്യാപകമായി പച്ചരിയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി 52.5 ലക്ഷം മെട്രിക് ടൺ അരി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിലാണ് ഇത്രത്തോളം അരി ഈ എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത്. ഭാവിയിൽ ഇത് കൂടുതൽ ആയി അതായത് ഈ എഥനോൾ ഉൽപ്പാദനത്തിന് നീക്കിവയ്ക്കപ്പെടുന്ന അരിയുടെ അളവ് കൂടാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ രീതിയിൽ എഥനോൾ ഉപയോഗിക്കുക എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയുടെ നമ്മുടെ ആഹാര ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എഥനോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കാനായി അരി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടുകയാണ്. അതിൻ്റെ തുടക്കം കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചെറിയ ചലനങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആഘാതം വരും നാളുകളിൽ വലിയ തോതിൽ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയപ്പെടുന്നത് ചോളമാണ്. ചോളം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ വിലക്കയറ്റം സൃഷ്ടിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോളമാണ് ഏറ്റവും അധികം ഈ എഥനോൾ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യസാധനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ചോളത്തിൻ്റെ ഉപയോഗം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കോഴിത്തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കും. കോഴിത്തീറ്റയുടെ വില വർദ്ധിക്കുമ്പോൾ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കും, മുട്ട ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുൻപ് മുട്ടയ്ക്ക് 5 രൂപയും 6 രൂപയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 8 രൂപയായിട്ടുണ്ട് ഒരു മുട്ടയുടെ വില. ഒരു താറാമുട്ടയ്ക്ക് 15 രൂപയാണ് വില. അപ്പോൾ മുട്ടയുടെ വില വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് കോഴിത്തീറ്റയുടെ വില വർദ്ധിക്കും. കോഴിത്തീറ്റ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചോളത്തിൽ നിന്നുമാണ്. ചോളത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ, ചോളത്തിന് ആവശ്യകത കൂടുമ്പോൾ ആവശ്യത്തിന് സാധനം
സാധനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോളത്തിന് വില വർദ്ധിക്കും. ചോളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തീറ്റകൾക്ക് വില വർദ്ധിക്കും. തീറ്റകളുടെ വില വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോഴിയിറച്ചിയുടെയും കോഴിമുട്ടയുടെയും വില വർദ്ധിക്കും. അത് നമ്മുടെ നിത്യജീവിതത്തെ തകർത്തെറിയും. മൂന്നാമതായി നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കരിമ്പ് പാടങ്ങൾ വ്യാപകമായി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കർഷകരിൽ നിന്നും നേരത്തെ തന്നെ പാട്ടത്തിനെടുക്കുകയാണ്. എന്നിട്ട് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, കരിമ്പ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ പാട്ടത്തിനെടുത്ത് ഈ പാടശേഖരത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ്. എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കരിമ്പ്. ആ കരിമ്പിൻ്റെ ഉപയോഗം മൂലം പഞ്ചസാര, ശർക്കര പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. ഇന്ന് പഞ്ചസാരയ്ക്ക് 60 രൂപയാണ്. 1 കിലോ പഞ്ചസാരയുടെ വില 60 രൂപയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പഞ്ചസാരയ്ക്ക് 8 മുതൽ 10 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 58 രൂപയായിരുന്ന പഞ്ചസാര വില 60ലേക്ക് എത്തുകയാണ്. ഇനിയും 2 രൂപ കൂടി വരും ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നാണ്. കാരണം പായസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഭവമാണ് ശർക്കരയും പഞ്ചസാരയും. അതുകൊണ്ട് ആവശ്യക്കാർ വർദ്ധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പഞ്ചസാരയുടെ വില കൂടി വർദ്ധിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് പഞ്ചസാരയുടെ വില വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരിമ്പ് വ്യാപകമായി എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി നീക്കിവയ്ക്കപ്പെടുമ്പോൾ ആവശ്യത്തിന് വിപണിയിൽ ഈ സാധനം ലഭിക്കാതെ വരികയാണ്. ഈ ചോളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചോളത്തിൻ്റെ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വ്യാപകമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 33% ചോളം ഉൽപ്പാദനം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചു. പക്ഷേ ഇനിയും വരുന്ന ആളുകളിൽ ചോളത്തിന് ആവശ്യകത കൂടും. അപ്പം ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം വരാതെ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വില വർദ്ധിക്കും. മറ്റൊരു ഉൽപ്പന്നം എന്ന് പറയപ്പെടുന്നത് മരച്ചീനിയാണ്. മരച്ചീനി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കാത്തൊരു സാധനമാണെങ്കിൽ പോലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരച്ചീനി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആ മരച്ചീനിയുടെ ഉപയോഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മരച്ചീനിക്കും ക്ഷാമമുണ്ടാവും. മരച്ചീനിക്ക് ക്ഷാമം ഉണ്ടാകുമ്പോൾ ആ ഉൽപ്പന്നത്തിനും വില വർദ്ധിക്കും. എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് അരി, പഞ്ചസാര, കോഴിയിറച്ചി, കോഴിമുട്ട പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള സാധ്യത ഇതിപ്പോൾ ഒരു ചെറിയ തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്നത് വിലക്കയറ്റത്തിൻ്റെയും വർദ്ധിയുടെയും നാളുകളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനു.